കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പപ്പായ അവിയലാണ്. കപ്പങ്ങ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന, പച്ച കപ്പങ്ങ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അവിയൽ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പപ്പായ അവിയൽ തയ്യാറാക്കാൻ വേണ്ടി കപ്പങ്ങയാണ് വേണ്ടത്. പച്ച കപ്പങ്ങയാണ് വേണ്ടത്. ചെനച്ച കപ്പങ്ങ എടുക്കുന്നതിനെക്കാട്ടിലും പിഞ്ച് കപ്പങ്ങ എടുക്കുന്നതാണ് നല്ലത്. നന്നായി തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. കനം കുറച്ച് നീളത്തിൽ അരിയുക. സാധാരണ അവിയലിന് നമ്മൾ തയ്യാറാക്കുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ച പപ്പായ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൽ വേവിക്കരുത്. വെള്ളം ഇല്ലാതെ വേവിച്ചാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ തിരുമ്മി വേവിക്കണം എന്നുള്ളവർക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ ഓയിൽ കൂടുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ വേവിക്കുന്നത്. ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് വെച്ച് അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കരുത്. അങ്ങനെ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ അതിലെ വെള്ളം വറ്റി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അവിയലിനുള്ള കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ചെറിയ ജീരകമോ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കാം. 10 മിനിറ്റിന് ശേഷം പപ്പായ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം മുഴുവനായിട്ട് വറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. മാങ്ങ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ മാങ്ങേനെക്കാട്ടും നല്ലത് ഈ ഒരു പപ്പായ അവിയലിന് തൈരാണ്. ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ട് മിക്സാക്കുക. തൈര് ഒന്ന് പിരിഞ്ഞതുപോലെ തോന്നിയാലും കുഴപ്പമില്ല. അങ്ങ് മിക്സാക്കി കൊടുത്താൽ മതി. തൈരും പപ്പായയും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയും ജീരകവും പച്ചമുളകും അരച്ചിട്ടുള്ള മിക്സാണ്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഒതുക്കിയെടുത്തതാണ്. സാധാരണ അവിയലിന് എടുക്കുന്ന പരുവത്തിന് തന്നെ ഒതുക്കിയെടുക്കുക. അതിനുശേഷം ഇതങ്ങ് മിക്സാക്കി കൊടുക്കുക. അവിയലിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു രുചിയൊക്കെ കൊടുക്കുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ളത് അതിലേക്ക് ഇടുന്ന കറിവേപ്പിലയാണ്. കുറച്ചധികം കറിവേപ്പില അവിയലിലേക്ക് എപ്പോഴും ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക വാസനയായിരിക്കും കറിവേപ്പില ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ഞെരടി അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് ഒന്നങ്ങ് ഞെരടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ലാസ്റ്റായിട്ട് ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം മാത്രം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ തീ ഏറ്റവും കുറച്ചിടുക. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. പിന്നീട് അതിനുശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ചോറിന് കൂടെ നല്ല രുചിയാണ്. നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരുപാട് നേരമൊന്നും എടുക്കില്ല. ഒരു 15-20 മിനിറ്റിൽ ഈ ഒരു അവിയൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ചോറിൻ്റെ കൂടെ അസൽ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.